തർക്കം തീരാതെ ഉഴലുകയാണ് KPCC ഭാരവാഹി പട്ടിക. ഇന്നലെ കേരളത്തിലേക്ക് തിരിക്കാനിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും ഡൽഹിയിൽ തന്നെ തങ്ങുകയാണ്. നേതൃത്വം മാറ്റാനിരുന്ന DCC അധ്യക്ഷന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് MP മാർ സ്വീകരിച്ചത്. MP മാരുടെ സമ്മർദ്ദം മൂലം അധ്യക്ഷന്മാരെ തുടരാൻ അനുവദിക്കുമോ എന്ന് ഇന്നറിയാം. വലിയ ചർച്ചയിലേക്ക് നയിക്കാതെ തുടങ്ങിവെച്ച കോൺഗ്രസ് പുനഃസംഘടനാ തർക്കം മൂലം കയ്യിലൊതുങ്ങാതായതോടെയാണ് നേതൃത്വം കുഴഞ്ഞത്. ചില DCC പ്രസിഡന്റുമാരെ മാറ്റുന്നതിലും പുതിയ ആളുകളുടെ യോഗ്യതയിലും കടുത്ത തർക്കമാണുള്ളത്. എന്നാൽ തിരുവനന്തപുരം DCC അധ്യക്ഷനായി N ശക്തൻ തുടരണമെന്ന് ശശി തരൂർ MP പറഞ്ഞിരുന്നു. ശക്തനെ തൽക്കാലത്തേക്ക് ലഭിച്ചത് ഭാഗ്യമാണെന്നും പുനഃസംഘടന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി ചർച്ച ചെയ്തുവെന്നും ശശി തരൂർ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ച ആയെന്നും ശശി തരൂർ പറഞ്ഞു. വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് മുൻ DCC പ്രസിഡന്റായിരുന്ന പാലോട് രവി രാജിവെച്ചതിനെ തുടർന്നാണ് ശക്തൻ ഈ പോസ്റ്റിലേക്ക് താൽക്കാലികമായി നിയമിക്കപ്പെടുന്നത്. നിർണായകമായ സ്ഥാനങ്ങളിലിരുന്നിട്ടുള്ള ശക്തൻ ഈ ഒരു ചെറിയ സ്ഥാനത്തിരിക്കാൻ വലിയ മനസ്സ് കാണിച്ചു. അതുകൊണ്ട് ശക്തൻ തന്നെ തുടരട്ടെ എന്നതാണ് തരൂരിന്റെ നിലപാട്. KPCC ട്രഷറർ സ്ഥാനത്തേക്ക് ജ്യോതികുമാർ ചാമക്കാലയുടെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാന കോൺഗ്രസ് പുനഃസംഘടനയെക്കുറിച്ചുള്ള അവസാനഘട്ട ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നതിനിടെ സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫിന് മറ്റാരെയും മനസ്സിൽ ഇല്ല എങ്കിൽ 2022 ഡിസംബറിൽ ഒഴിവ് വന്ന സ്ഥാനം ജ്യോതികുമാർ ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. പ്രധാന സ്ഥാനത്തേക്ക് നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത് സംസ്ഥാന അധ്യക്ഷന്റെ പ്രത്യേക അവകാശവുമാണ്. പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ എന്നിവിടങ്ങളിലെ പ്രചാരണ ചെലവുകളുടെ ചുമതല ജ്യോതികുമാറിനായിരുന്നു. ആ ജോലി കൈകാര്യം ചെയ്യുന്നതിന് അദ്ദേഹം പ്രശംസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഐ ഗ്രൂപ്പ് നേതാവായ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയുടെയും പിന്തുണയുണ്ട്. സണ്ണി ജോസഫ് ചുമതലയേറ്റ ശേഷം പാർട്ടിയിലെ എല്ലാ പോരാളി വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സെക്രട്ടറിമാരായ VK അരിവഴകൻ, PV മോഹനൻ, മൻസൂർ അലിഖാൻ എന്നിവരുമായി കൂടിയാലോചിച്ച ശേഷമേ പുനഃസംഘടന സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകൂ. കഴിഞ്ഞ തവണ പരിഗണിക്കപ്പെടാത്ത MP മാരെ ഉൾപ്പെടുത്തുന്നതിനായി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ എണ്ണം നിലവിലെ 36 നിന്ന് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, VK ശ്രീകണ്ഠൻ, ഡീൻ കുര്യാക്കോസ് എന്നിവർക്ക് അന്ന് സ്ഥാനം ലഭിച്ചില്ല. PC-യുടെ അംഗബലം 4ഓ 5ഓ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് അഭിപ്രായപ്പെട്ടിരുന്നു. പ്രവർത്തന മികവ് പുലർത്താത്ത KPCC DCC നേതാക്കളുടെ എണ്ണം കോൺഗ്രസിന്റെ തന്ത്രജ്ഞനായ കനകോല് നൽകിയിരുന്നു. ഇവരെ മുഴുവൻ മാറ്റണമെന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിയുടെയും അഭിപ്രായം. ബഹുഭൂരിപക്ഷം DCC പ്രസിഡന്റുമാരും ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. ഇതിനെതിരെയാണ് K സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നത്. എന്നാൽ അവസാന വാക്ക് KC വേണുഗോപാലിൻ്റെതാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പഴയ ഐയും ഒരു വിഭാഗം A ഗ്രൂപ്പുകാരും VD സതീശൻ വിരുദ്ധരും ഒന്നായി KC-യുടെ കീഴിൽ അണിനിരന്ന് കഴിഞ്ഞിട്ടുമുണ്ട്. ഡൽഹിയിലെ ചർച്ചയ്ക്ക് നേതാക്കളുടെ ഒഴുക്കുണ്ടാകുന്നതും ഇതിന്റെ ഭാഗമായാണ്. പക്ഷേ VD സതീശനെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള പുനഃസംഘടനയും ഈ ഘട്ടത്തിൽ സാധ്യമല്ല. തലസ്ഥാന DCC പിടിക്കാൻ പ്രതിപക്ഷ നേതാവ് നൽകിയ പേര് ചെമ്പഴന്തി അനിലിൻ്റെതാണ്. അനിലിനെതിരെയുള്ള 1 ഡസൻ കേസുകളുടെ പട്ടികയുമായി മറുവിഭാഗം രംഗത്ത് വരികയും ചെയ്തിരുന്നു. മണക്കാട് സുരേഷ്, ശബരിനാഥൻ തുടങ്ങിയവരോടൊപ്പം സീനിയർ നേതാവായ ശരത് ചന്ദ്ര പ്രസാദിന്റെ പേരും തിരുവനന്തപുരത്തുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം പ്രസിഡന്റുമാരെ മാറ്റുന്നതിനെതിരാണ് മുതിർന്ന നേതാക്കൾ. നിയമസഭാ സീറ്റ് ഉറപ്പിച്ചാൽ എറണാകുളം DCC പ്രസിഡന്റ് മാറും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചവരിൽ ബെന്നി ബെഹനാനെ തള്ളി ആന്റോ ആന്റണിയെ മാത്രം KPCC ഭാരവാഹിയാക്കിയാൽ മതിയെന്നും നിർദ്ദേശമുണ്ട്. ഇത് വലിയ പൊട്ടിത്തെറിക്ക് വഴിവെക്കും.